നിങ്ങൾ രണ്ടുപേരുടെയും കറൻറ്റ് ഫീലിങ്സ്, കറൻറ്റ് എനർജിയാണ് നമ്മൾ നോക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് 2 സെറ്റ് കാർഡ് വെച്ചിട്ടുണ്ട്. രണ്ടും നിങ്ങൾ തരംതിരിച്ചോളുക, ഏതാണ് അവരുടെ ഫീലിംഗ്, നിങ്ങളുടെ ഫീലിംഗ് എന്ന്. ഞാനിവിടെ രണ്ടിൻ്റെയും അർത്ഥം മാത്രം പറയും. അപ്പോൾ നമുക്ക് പോവാം ആദ്യത്തെ സെറ്റിലേക്ക്. ഇവിടെ 5 കപ്പ് ലവ് കാർഡാണ് വന്നിരിക്കുന്നത്. ലവ് കാർഡ് എന്ന് പറഞ്ഞാൽ സോൾമേറ്റുകളാണ്, രണ്ടുപേരും സ്നേഹിക്കുന്നവരാണ്. ഇപ്പോൾ തൽക്കാലം ഒരു വിരഹത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ആദ്യം ഭയങ്കര ഡീപ്പ് ലവായിരുന്നവർ അകന്ന പോലെ തന്നെയാണ് കാണുന്നത്. അതിൻ്റെ ഒരു പെയിൻ അനുഭവിക്കുന്നതാണ് മുകളിലുള്ള കാർഡ്. എന്നാൽ അവർക്കൊരു പ്രതീക്ഷ കൂടിയുണ്ട്, അതാണ് ലവ് കാർഡ് പറയുന്നത്. ഇപ്പോഴത്തെ ഈ താൽക്കാലികമായ വിരഹമൊക്കെ അവസാനിച്ച് ഞങ്ങൾ ഒന്നാവുന്നുള്ള വിശ്വാസമുള്ള ആളാണ് ആദ്യത്തെ 2 കാർഡുകളിൽ വന്നിരിക്കുന്നത്. സാമ്പത്തിക ഗാർഹിക പ്രശ്നങ്ങൾ പ്രണയത്തെ ഇല്ലാതാക്കുന്നു എന്നാണ് 5 കപ്പ് പറയുന്നത്. ഹൃദയാഘാതം, പശ്ചാത്താപം. ഹൃദയാഘാതം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ്. പശ്ചാത്താപം, കുറ്റബോധം, അവനവൻ്റെ ഭാഗത്തുനിന്ന് പങ്കാളിയെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതായിരിക്കാം പശ്ചാത്താപത്തിന് കാരണം. മുൻകാലത്ത് ബന്ധത്തിൽ സംഭവിച്ച തെറ്റുകളെ ഓർത്ത് കരയുക, അതാണ് 5 കപ്പ് പറയുന്നത്. ഇനി ഇത് പഴയതുപോലെ ആവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്ന, വിരഹത്തോടുകൂടി കാത്തിരിക്കുന്ന, കരച്ചിലോടുകൂടി കാത്തിരിക്കുന്ന ഒരാളാണ് 5 കപ്പിൽ വന്നിരിക്കുന്നത്. ലവ് കാർഡ് അങ്ങനെയല്ല. നിർണായകമായൊരു കാലഘട്ടം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നിക്കുന്നതിനെയാണ് ലവ് കാർഡ് കാണിക്കുന്നത്. അപ്പോൾ വിരഹം കടന്നുപോയി, ആ ട്രോമയൊക്കെ അവസാനിച്ച് വീണ്ടും ഒന്നായതാണ് ലവ് കാർഡ് പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ സന്തോഷത്തിലാണ് പോകുന്നത്. ലവ് കാർഡാണ് വന്നിരിക്കുന്നത്. പഴയതിലും കൂടുതൽ സ്നേഹത്തിലേക്ക് വന്നു, ആഴത്തിലുള്ള ബന്ധമായി, പരസ്പരം മനസ്സിലാക്കാൻ തുടങ്ങി, മുൻകാല തെറ്റുകൾ തിരുത്താൻ തുടങ്ങി, വാക്കുകളൊക്കെ റൊമാൻറ്റിക്കായി, അങ്ങനെ സന്തോഷത്തിലേക്ക് വന്നു. ആദ്യം വിരഹമായിരുന്നു, അതിന് മാറി സന്തോഷത്തിലേക്ക് വന്നു എന്നാണ് ലവ് കാർഡ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ടായതായിട്ടാണ് ലവ് കാർഡ് കാണിക്കുന്നത്. നമ്മൾക്ക് ഒന്നകന്ന് നിൽക്കുമ്പോൾ അറിയാം നമ്മൾ എന്ത് പറഞ്ഞാണ് അവരെ വേദനിപ്പിച്ചത്, എന്തായിരുന്നു നമ്മുടെ ഭാഗത്തുണ്ടായിരുന്ന തെറ്റ്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ വീണ്ടും റീയൂണിയൻ ആവുമ്പോൾ ആ തെറ്റ് ആവർത്തിക്കില്ല, പ്രണയത്തിൽ പ്രത്യേകിച്ച്. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ആ തെറ്റ് മനസ്സിലാക്കി വീണ്ടും രണ്ടുപേരും അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. റീയൂണിയനിലേക്ക് വന്നൊരു ജോഡിയാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു സോൾ കണക്ഷനാണ്. രണ്ടുപേരുടെ ഫീലിങ്സ് അറിയാം, രണ്ടുപേർക്ക് എന്താണ് വേണ്ടതെന്ന് പറയാതെ അറിയാം. പറയാതെ തന്നെ സ്നേഹിക്കുന്ന, മനസ്സിലാക്കുന്ന, വേണ്ടത് കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത്രത്തോളം ഡീപ്പ് ലവാണ്. എന്നാൽ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നത് ആ പഴയ കാലഘട്ടത്തിലേക്ക് പോകരുത്. മറ്റാരെങ്കിലും വന്നിട്ടോ മറ്റു സാഹചര്യങ്ങൾ കൊണ്ടോ എന്തെങ്കിലും കാരണമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, അതുകൊണ്ട് ആ പഴയ കാലഘട്ടത്തിലേക്ക് പോകരുത് എന്ന് പ്രാർത്ഥിക്കുന്നുകൂടിയുണ്ട്. അതുകൊണ്ടാണ് ഈ മാറോട് ചേർന്ന് നിൽക്കുന്ന പ്രണയം വന്നിരിക്കുന്നത് ലവ് കാർഡിൽ. ഇനി വിട്ടുകൊടുക്കില്ല, അല്ലെങ്കിൽ ഇനി വിട്ടുപോവില്ല എന്നുള്ള വാഗ്ദാനം പോലെയാണ് ആ കാർഡ് പറയുന്നത്. രണ്ടുപേരും ഒരു ഡിവൈൻ കണക്ഷനാണ്, സ്പിരിച്വൽ ജേണിയാണ്. അതുകൊണ്ട് തന്നെ ദൈവാനുഗ്രഹമുള്ള മുജ്ജന്മ ബന്ധങ്ങളിലെ ഇണകളാണ് വന്നിരിക്കുന്നത്. ഇനി 10 വാണ്ട് ഓറിയോൺ. ഇത് നിങ്ങളുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തെ 2 കാർഡുകൾ നിങ്ങൾ അകന്നതും ഒന്നായതുമാണ് കാണിക്കുന്നത് എങ്കിൽ രണ്ടാമത്തെ 2 കാർഡുകൾ മറ്റൊരാൾക്ക് വേണ്ടിയല്ല വന്നിരിക്കുന്നത്, തേർഡ് പാർട്ടിക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. 10 വാണ്ട് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങളിൽ നട്ടം തിരിയുന്ന ഒരാളാണ്. ഓറിയോൺ എന്ന് പറഞ്ഞാൽ പുറകെ നടന്നിട്ട് ഫോളോ ചെയ്ത് പിടിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ. അമിത ഭാരമാണ്, ബന്ധങ്ങൾ നിലനിർത്താൻ പാടുപെടുകയാണ്, ഒരുപാട് വെല്ലുവിളികളെ നേരിടേണ്ടി വരികയാണ്, ഉത്തരവാദിത്തങ്ങൾ ഒന്നിനുമേൽ ഒന്ന് അടിച്ചേൽപ്പിക്കുകയാണ്. ഈ അമിത ഭാരം മനസ്സിനാണ്, ഉറക്കക്കുറവാണ്, ജോലി അമിത ഭാരമായിട്ടുള്ളവരുണ്ട്, വീട്ടുകാർ ഉത്തരവാദിത്തം ഒന്നിനു മീതെ ഒന്നായിട്ട് തലയിൽ വെച്ചു കൊടുക്കുന്നവരുണ്ട്. കുടുംബമുള്ളവർക്ക് വേണ്ടി 10 വാണ്ട് വരാം. ഇനി ഹെൽത്ത് ഇഷ്യൂ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ജോലിയിലത്തെ പ്രശ്നങ്ങൾ, സഹപ്രവർത്തകർ നന്നല്ലാത്തത്, അല്ലെങ്കിൽ സഹപാഠികൾ എന്ന് വെച്ചാൽ സുഹൃത്തുക്കൾ നന്നല്ലാത്തത്, കുടുംബം നന്നല്ലാത്തത് ഒക്കെ ആവുമ്പോൾ 10 വാണ്ട് വരും. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഭാഗത്തുനിന്ന് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നതാണ് 10 വാണ്ട് കാണിക്കുന്നത്. അതിൽ ക്രോണസാണ് നിൽക്കുന്നത്. മാർസും ക്രോണസും കൂടിയാണ് നിൽക്കുന്നത്. മാർസ് എന്ന് പറഞ്ഞാൽ എടുത്തുചാട്ടുള്ള ആളാണ്, കോപം അമിതമായിട്ടുള്ള ആളാണ്. ക്രോണസ് അങ്ങനെയല്ല, നൈസായിട്ട് പണി തരുന്ന ആളാണ്, ദുഃഖം തരാനുള്ള എന്തെങ്കിലും വഴി കണ്ടുപിടിക്കുന്ന ആളാണ്. ഇനി സജിറ്റേറിയസിലും വന്നിരിക്കുന്നത് ക്രോണസാണ്, ഹീലിയോസാണ്. അപ്പോൾ ഇവിടെ ക്രോണസിനാണ് ശക്തി കൂടുതൽ. അപ്പോൾ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ വേട്ടയാടി പിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഷാഡോ വർക്ക് ചെയ്യാൻ വേണ്ടി,
നിങ്ങളെ സ്പൈ ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ സൗഭാഗ്യങ്ങൾ തകർക്കാൻ വേണ്ടി, നിങ്ങളുടെ എന്തൊക്കെ കാര്യങ്ങളിൽ അസൂയയുള്ള ആരോ നിങ്ങളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അവർ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടല്ല നിങ്ങളെ ഫോളോ ചെയ്യുന്നത്, നിങ്ങളെ തകർക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അമ്പെയ്ത പിന്നെ എന്താ ഉണ്ടാവുക? മരണം. അപ്പോൾ നിങ്ങളുടെ തകർച്ച, നിങ്ങളുടെ സന്തോഷങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നത്. അതൊരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു സംഭവമാവാം, അല്ലെങ്കിൽ നിങ്ങൾ മതമോ ജാതിയൊക്കെ വേറെ ആയിരിക്കാം. അത് നിങ്ങളെ തകർക്കാൻ പോകുന്നതാണ്. അപ്പോൾ നിങ്ങളെ തകർക്കാൻ പോകുന്ന എന്തോ ഒന്ന് നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി തെറ്റിദ്ധാരണയൊക്കെ ഒഴിവായി റീയൂണിയൻ ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ പരീക്ഷണങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല എന്നാണ് 10 വാണ്ട് ഓറിയോണും കൂടി പറയുന്നത്. ഇവിടെ കാപ്രിക്കോൺ എനർജി കൂടി വന്നിട്ടുണ്ട്, ഡെവിൾ എനർജി. അതിപ്പോൾ പ്രത്യേകിച്ചൊരു കാർഡ് ഞാൻ പറയാൻ പറ്റില്ല. ഇവിടെ എനർജി വന്നിട്ടുണ്ട്. 10 വാണ്ടിലാവാം, ഓറിയോണിലാവാം, 5 കപ്പിലാവാം, കാപ്രിക്കോൺ എനർജി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സങ്കടങ്ങളാണ്. ഇനി വരാൻ പോകുന്നത് പരീക്ഷണങ്ങൾ അവസാനിച്ചിട്ടില്ല. ഏത് ഭാഗത്തു നിന്നാണ് നിങ്ങൾക്ക് നെഗറ്റീവായ അനുഭവം ഉണ്ടാവുക എന്ന് പ്രവചിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തിരി പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രണയമാണ്. നിങ്ങൾ രണ്ടുപേരും നന്നായി മനസ്സിലാക്കുന്നുണ്ട്. പുറത്തുള്ളവരാണ് നിങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കരുതിയിരിക്കാനാണ് ഇവിടെ പറയുന്നത്. 6 മിനിറ്റിൽ കൂടുതൽ പറയാൻ പറ്റില്ല. കൂടുതൽ അറിയാൻ വാട്സപ്പിൽ വരിക. അവിടെ ഈ എനർജി ആയിരിക്കില്ല. അവിടെ ഒരു പേയ്മെൻറ്റും ഉണ്ട്.